അദ്ദേഹത്തെ ഈ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. കാരണം ആ ഒരു ലിഫ്റ്റിന്റെ ഒരു ഭാഗം ഭാഗികമായി തന്നെ ഇപ്പോൾ തുറന്നുണ്ട്. അതിൽ കൂടി നമുക്ക് ഈ പുറത്ത് നിൽക്കുന്നവർക്ക് ശശി തരൂരിനെ കാണാൻ കഴിയും. അദ്ദേഹം സുരക്ഷിതനായി ആ ലിഫ്റ്റിന് ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതാണ് നിലവിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ആ ലിഫ്റ്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് ഈ ലിഫ്റ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ചെറിയ ഉപകരണങ്ങൾ, ചുറ്റിക ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിച്ച് ഈ ലിഫ്റ്റ് മാറ്റാൻ, ലിഫ്റ്റ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ കുറച്ചുകൂടി സഫിഷ്യന്റായ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ആ ലിഫ്റ്റിന്റെ ആ ഒരു വാതിൽ അവിടെ നിന്ന് മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ആ ലിഫ്റ്റ് ഇപ്പോൾ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമായും ഇനിയുള്ള കടമ്പ. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹത്തെ കാണാൻ കഴിയും. ആ ലിഫ്റ്റിനുള്ളിൽ അദ്ദേഹം സുരക്ഷിതനാണ്. ഇപ്പോൾ ആ ലിഫ്റ്റിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ആളുകളെയും പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ശശി തരൂരിനെ കാണാൻ കഴിയും. അദ്ദേഹം സുരക്ഷിതനാണ്. ഈ വളരെ പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ചെറിയ ആശങ്കയുടെ ഒരു നിമിഷങ്ങളായിരുന്നു അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ആശങ്ക മാറിയിരിക്കുന്നു. അദ്ദേഹം ബുദ്ധിമുട്ടിയെങ്കിലും അദ്ദേഹം പുറത്തേക്ക് എത്തിയിരിക്കുന്നു. തരൂരിനെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ്. ലിഫ്റ്റ് അത് പൊളിച്ച് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള അദ്ദേഹം നടന്നു പോയിരിക്കുന്ന ഒരു പരിപാടിക്കായി എത്തിയതായിരുന്നു. ഏതായാലും ഏറെ മണിക്കൂർ ഒരു ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു തരൂരിനെ